ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മാധവൻ മുതലാളിക്ക് ആ ഒരു വലിയൊരു ദുരന്തം സംഭവിക്കുന്നു. മകൻ്റെ അരികിൽ വന്ന് മകനോട് തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മകൻ അത് കേൾക്കാതെ അച്ഛനെ ആട്ടി ഓടിച്ചു. അപ്പോഴേക്കും അദ്ദേഹം എന്താ പറയുന്നത്, തളർന്നു വീണു. അങ്ങനെ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സേതുവിനെ കാണണം എന്നുള്ളതാണ്. സേതു ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചാലും വരില്ല എന്നുള്ള ഒരൊറ്റ വാശിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം മകനെ കാണണം എന്നുള്ള ആ ഒരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പേരിൽ മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു അച്ഛൻ. അപ്പോഴേക്കും പൂർണ്ണിമയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം. ഈ സമയത്താണെങ്കിൽ പ്രതാപം പറഞ്ഞു കൊടുക്കുന്നത്, അവനെ നമ്മൾ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ വരില്ല, അവനിപ്പോൾ ഏട്ടൻ മരിച്ചാലും കുഴപ്പമില്ല, അവൻ കാരണമാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നത്, ഇതെല്ലാം ഇങ്ങനെ പറയാം. മക്കളൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ഐസിയുവിന് മുന്നിൽ തന്നെ നിൽക്കുക. മൃദുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും വല്ലതും പറ്റി അവനെ ഞാൻ കൊല്ലുമെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ പൂർണ്ണിമയെ കണ്ടതിന് ശേഷം മാധവ മുതലാളി പറയണത്, എനിക്ക് അവനെ ഒന്ന് കാണണം, അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, മറ്റൊന്നുമില്ല, എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയാം. അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ കൊണ്ടുവരാം അവനെ എന്നും പറഞ്ഞ് പൂർണ്ണിമ തന്നെ പറയുന്നു. അപ്പോൾ പൂർണ്ണിമ അത് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോരുന്നു. ഈ സമയത്ത് ഏത് രീതിയിലാണ് ഇനി നമ്മുടെ സേതുവിനെ കൊണ്ടുവരേണ്ടതെന്ന് ഇവർക്ക് ആർക്കും ഒരു എത്തും പിടിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമല്ലോ. അപ്പോൾ പല്ലവിയെ വേഗം തന്നെ വിളിച്ചു. പല്ലവിയെ വിളിച്ചിട്ട് സേതുവിനോടൊന്ന് സംസാരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ ഒരിക്കലും അത് കേൾക്കില്ലെന്നും അതുപോലെ തന്നെ സേതുവേട്ടൻ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണെന്നുള്ള കാര്യമൊക്കെ പല്ലവി പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇവരങ്ങോട്ടേക്ക് പറയാം. അപ്പോഴേക്കും ഈ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ സേതുവിന്, പല്ലവിക്ക്. അപ്പോൾ സേതുവിനെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു തീരുമാനം നമ്മുടെ പല്ലവി തന്നെ അറിയിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് അച്ചു എന്ന് പറയുന്ന അച്ഛൻ്റെ മൂത്ത മകള്, അതായത് രണ്ടാം കുടിയിലെ മൂത്ത മകള് അച്ചു ഇങ്ങനെ അച്ഛന് കൂടെ തന്നെയുണ്ട്. ഈ സമയത്ത് അച്ചു ആണെങ്കിൽ അച്ഛനെ കെയർ ചെയ്ത് കൂടെ ഇരിക്കുന്ന സമയത്ത് മറ്റെല്ലാവരും പുറത്ത് നിൽക്കുന്നു. അപ്പോഴേക്കും മാധവ മുതലാളി പറഞ്ഞു, മോളെ അച്ചു, അച്ഛന് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചുവും അതുപോലെ തന്നെ മാധവൻ മുതലാളിയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി, ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തെപ്പറ്റി, അച്ഛനെ എങ്ങനെയാണ് മകൻ വെറുത്തത് എന്നുള്ളതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം A to Z അച്ചുവിനോട് പറഞ്ഞു. എന്നിട്ട് ഏട്ടനെ സ്നേഹിക്കണമെന്നും ഏട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏട്ടനെ കൊണ്ട് നോക്കിക്കണമെന്നൊക്കെ അച്ചുവിനോട് തന്നെ ചോദിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് വാക്ക് വാങ്ങിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണത്തിലേക്ക് പോകാം എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സേതു ഉള്ളിടത്തേക്കൊക്കെ ഇവർ വിളിക്കുന്നുണ്ട്. ഇവർ വിളിച്ചിട്ട് സേതുവിനോടാണെങ്കിൽ അച്ഛനെ കാണാൻ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാൻ വരാനൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സേതുവിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക. പക്ഷേ സേതു അതൊന്നും കേൾക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസമായി നമ്മുടെ പല്ലവി ചെന്നിട്ട് അച്ഛനെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പല്ലവിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു സേതു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിയെ വിട്ടു കൊടുക്കുമോ? പല്ലവിക്ക് ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ അർത്ഥവും മൂല്യവും ഒക്കെ നിർണ്ണയിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും സേതുവേട്ടൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം പല്ലവി പറഞ്ഞു. സേതുവേട്ടൻ്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. എത്ര വലിയ ദ്രോഹം അല്ലെങ്കിൽ എത്ര വലിയൊരു ഇത് സേതുവേട്ടനോട് അച്ഛൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ആ മനുഷ്യന് ഈ ഒരു അവസ്ഥയിൽ കൈയൊഴിയാൻ പാടില്ല. ഒന്നും ചെയ്തു കൊടുക്കണം എന്നല്ലല്ലോ അവർ പറയുന്നത്, ഒന്ന് പോയി കാണാനല്ലേ പറഞ്ഞുള്ളൂ. അതിനുള്ള മര്യാദയെങ്കിലും അതിനുള്ള കനിവെങ്കിലും ഒന്ന് കാണിക്കണം. ഒന്നുമില്ലെങ്കിലും സേതുവേട്ടന് ജന്മം തന്ന ആളല്ലേ. ഇതൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയും. അപ്പോൾ പല്ലവി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു അന്നേരം കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുക. പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എല്ലാവരും കാലിൽ വീണ് അപേക്ഷിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ സേതുവിനോട് യാചനകളും കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് എങ്ങനെയൊക്കെയോ സേതുവിനെ അങ്ങ് കൊണ്ടുപോവുക. അപ്പോൾ സേതു മനസ്സോടെയാണെങ്കിലും പോവുക കേട്ടോ. അപ്പോൾ സേതു അങ്ങ് ചെല്ലുന്നു. സേതു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപനും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ പൂർണ്ണിമ ഓടി വന്നു. അപ്പോഴേക്കും മൃദുവും അതുപോലെ ഗൗരി എല്ലാവരും ഇങ്ങനെ ഒന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അച്ചു മാത്രമാണ് അച്ഛൻ്റെ കൂടെ അകത്തുള്ളത്. ഈ സമയത്ത് നമ്മുടെ സേതു ചെന്നപ്പോഴത്തേക്കും പൂർണ്ണിമ ഓടി ചെന്നു കേട്ടോ. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. എത്രയൊക്കെ നീ നിൻ്റെ അച്ഛനെ വെറുത്താലും ആ മനുഷ്യൻ്റെ ഉള്ളു മുഴുവൻ നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള കരുതലുമാണ്. അത് മനസ്സിലാക്കാതെ നീ പോയതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്
എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതുവിനാണെങ്കിൽ ഭയങ്കര ഇത്. അപ്പോൾ സേതുവിനെ അകത്തേക്ക് എന്നിട്ട് വിളിപ്പിച്ചു. സേതുവിനെ അകത്തേക്ക് വിളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സേതു അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ പ്രതാപനുണ്ട്, അതുപോലെ നമ്മുടെ പൂർണ്ണിമയും കൂടെ ചെന്ന്, ഇവരെല്ലാവരും ഉണ്ട്, അച്ചുവും ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറും ഉണ്ട്. വേഗം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേജ് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ആകും തോറും നമ്മുടെ സേതുവിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒന്ന് വിളിക്കുന്നു, അതായത് മാധവ മുതലാളി ഒന്ന് വിളിക്കാൻ പറയണം സേതുവിനോട്. പക്ഷേ സേതു വിളിക്കുന്നില്ല. അങ്ങനെ മരണക്കിടക്കയിൽ കിടന്നാണല്ലോ അച്ഛൻ മകളോട് ആ ഒരു സത്യം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സേതുവിനെ മറ്റൊരാളായി കാണാനോ അല്ലെങ്കിൽ അകറ്റി നിർത്താനോ ഒന്നിനും നമ്മുടെ അച്ചുവിന് കഴിയില്ല. അപ്പോൾ അച്ചു അന്നേരം പറഞ്ഞു വിളിക്ക് വലിയേട്ടാ, അച്ഛനെ ഒന്ന് വിളിക്ക് വലിയേട്ടാ എന്നും പറഞ്ഞ് സേതുവിൻ്റെ തോളയിൽ തട്ടി ഇങ്ങനെ നിർബന്ധിക്കുന്നു. അപ്പോഴേക്കും എല്ലാവരും അച്ചുവിനെ ഇങ്ങനെ തുറച്ച് നോക്കുക. വലിയേട്ടാന്ന് വിളിച്ചു. സേതുവും അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കുവാണ്. ആരെ തന്നെ വലിയേട്ടാന്ന് വിളിച്ചു? അച്ചു തന്നെ വലിയേട്ടാന്ന് വിളിച്ചു. അപ്പോൾ അതൊരു വലിയ ഷോക്കായിപ്പോയി. അതുപോലെ തന്നെ പൂർണ്ണിമയ്ക്കൊക്കെ. അപ്പോൾ വിളിക്കും മോനെ വിളിക്കുന്നു പറഞ്ഞ് പൂർണ്ണിമ അടുത്ത് നിന്ന് പറയാട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മുടെ സേതു ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അച്ചു ആണെങ്കിൽ സേതുവിൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അച്ഛാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ ഒരു എന്തൊക്കെയോ ഒരു ശബ്ദവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കേൾപ്പിക്കുകയാണ് നമ്മുടെ മാധവൻ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇതുണ്ട്, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്നിട്ട് പിന്നെ സേതുവായിട്ട് കുറേ നേരം അതിനകത്ത് നിന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ പുറത്ത് നിൽക്കുന്നു പറഞ്ഞ് അങ്ങനെ സേതുവിനെ എല്ലാവരെയും പുറത്തിറക്കി നിർത്തുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ പൂർണ്ണിമയും അതിങ്ങനെ ഇറങ്ങി പോകുന്നായിരുന്നു. പൂർണ്ണിമയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അച്ചു വല്യേട്ടാ എന്ന് വിളിച്ചതിൻ്റെ ആ ഒരു ഷോക്കിൽ നമ്മുടെ സേതു ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. സേതു ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാരം മുഴുവനും പൂർണ്ണിമ സേതുവിൻ്റെ മുന്നിൽ പെയ്തിറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറയാനോ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ആ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ പൂർണ്ണിമ സേതുവിനോട് പറയുക. അപ്പോൾ ഇത്രയും കാലം അച്ഛനെ വെറുത്ത് ജീവിച്ചിരുന്ന മകൻ ഇന്നതേ അച്ഛന് പകരക്കാരനാകാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. മരണക്കിടക്കയിൽ കിടന്ന് മാധവൻ പറഞ്ഞ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു വാക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ചു പ്രവർത്തിച്ച ആ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ അനുജത്തിമാർക്ക് താങ്ങായും തണലായും ഈ ഏട്ടൻ മാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കഥയിലേക്ക് വരാൻ പോണത്. അപ്പോൾ എന്തായാലും മാധവൻ മുതലാളിയുടെ ജീവൻ ഇനി എത്ര നാളാണ് ആയുസ്? പിന്നെ ഇനിയിപ്പം സേതു ഇവർക്ക് സംരക്ഷകനാകുമ്പോൾ പ്രതാപനും ഭാര്യയും കുടുംബക്കാരും ഒക്കെ ഇവർക്ക് എതിരാകും. അതുപോലെ തന്നെ പൂർണ്ണിമയാണെങ്കിലും അല്ലെങ്കിൽ മൃദു ആണെങ്കിലും ഇവരെല്ലാവരും എതിരാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കഥ വരാൻ പോണത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക്